പേര് പറഞ്ഞില്ലായിരുന്നു. അശ്വന്ത്. ഹായ് അശ്വന്ത്. നമ്മുടെ പുതിയ സിനിമ കർണികയുടെ പ്രൊമോഷന് വന്നിരിക്കുകയാണല്ലേ. ഒന്ന് പറയാമോ കർണിക എന്താണെന്നുള്ള ഒന്ന് പറയാമോ? കർണിക എന്ന് പറയുന്നത് ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. ബേസിക്കലി എനിക്കറിയാം ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ക്രൈമിൽ ഒരുപാട് മൂവീസ് നടക്കുന്നുണ്ട്, പക്ഷേ ഇത് അതിൽ നല്ലൊരു വ്യത്യസ്തമായൊരു ഫിലിമാണ്. ആക്ച്വലി ഇത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് പോലെ നമുക്ക് കാണുമ്പോൾ പോലും ഓക്കെ ഇത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമനിൽ ഇത് പോസിബിൾ ആണെന്നുള്ള രീതിയിലുള്ളൊരു ജേണറിൽ പോകുന്ന ഒരു ഫിലിമാണ്. ഓക്കെ, കർണികയിൽ എന്താണ് അശ്വന്തിൻ്റെ റോൾ? എന്താ? ഞാൻ ഈ പടത്തിൻ്റെ ഡി ഒ പി ആണ്. ഓക്കെ, ഒരു ഡി ഒ പിയെ സംബന്ധിച്ചിടത്തോളം ഹൊറർ സിനിമ എന്ന് പറയുന്നത് ഒത്തിരി അവസരങ്ങളും ഒത്തിരി ഇതുണ്ട്, എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് തൻ്റെ ക്രിയേറ്റിവിറ്റി ഒത്തിരി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ സിനിമയിൽ എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ പറ്റി? ഇത് ആക്ച്വലി ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് പറ്റുന്നുള്ളൂ. പിന്നെ നമ്മുടെ നിങ്ങൾക്കറിയാലോ, ഒരു ഹൊറർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ രണ്ട് കാര്യങ്ങളിലാണ് ആൾക്കാരൊക്കെ ഫീൽ ചെയ്യുന്നത്. ഒന്ന് വിഷ്വലും ഒന്ന് സൗണ്ടിലും. സോ ഇതിൽ വിഷ്വലിൽ പറയാനാണെങ്കിൽ ഞാൻ ഇപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ ഈ ഫിലിം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സോണിയുടെ FX3 എന്ന് പറഞ്ഞ ക്യാമറയിലാണ്. സോ ഇന്ത്യയിൽ എത്ര പേർക്ക് ക്യാമറ അറിയാണ്? ആക്ച്വലി അതൊരു കോമ്പാക്ട് ക്യാമറയാണ്. നമ്മുടെ ചെറിയ ഒരു നോർമൽ വെഡിങ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയിലാണ് ഞാൻ ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. ഇതിന് മുമ്പ് ഈ ഒരു ക്യാമറയിൽ ചെയ്തിട്ടുള്ള ഒരു ഹോളിവുഡ് പടമാണ് ക്രിയേറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്യുന്നത് FX3 എന്ന് പറഞ്ഞ ക്യാമറയും അതേപോലെ ആനമോർഫിക് ലെൻസ് യൂസ് ചെയ്തിട്ടാണ്. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ്. പക്ഷേ ഈ പടത്തിൽ ഞാൻ സോണിയുടെ തന്നെ ഈ ബേസിക് ക്യാമറ FX3 അതുപോലെ തന്നെ സിനി ലൈനിലെ ബേസിക് ക്യാമറ, സോണിയുടെ ബേസിക് ക്യാമറ എന്ന് പറയുമ്പോൾ സോണിയുടെ സിനിമ ലൈനിലുള്ള ബേസിക് ക്യാമറ FX3 പിന്നെ അതുപോലെ തന്നെ സോണിയുടെ തന്നെ ലെൻസസ് G മാസ്റ്റർ ലെൻസസ് ആണ്. സോ ഈ പടത്തിൽ നമുക്ക് ഫോക്കസ് പുള്ളറില്ല, കാരണം ആ ലെൻസ് ഓട്ടോമേറ്റഡ് ആണ്. പിന്നെ കൂടുതൽ മാനുവലി ഞാനാണ് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൽ യൂസ് ചെയ്യുന്ന എല്ലാ ലൈറ്റ്സും LED ലൈറ്റ്സാണ്. അപ്പീഷർ എന്ന കമ്പനിയുടെ LED ലൈറ്റ്സാണ് യൂസ് ചെയ്തത്. കാരണം നമ്മൾ നോർമലി എല്ലാ ഫിലിംസിലാണെങ്കിൽ പോലും അതിൽ ടങ്സ്റ്റൺ ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് LED തന്നെ ടങ്സ്റ്റൺ ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ പടത്തിൽ ഞാൻ എന്തുകൊണ്ട് സംതിങ് ഡിഫറൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു പ്ലാനിൽ എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടാവും. ആൾക്കാർ ഫിലിംസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ചിലപ്പോൾ ഇതിൽ മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു കംപ്ലീറ്റ്ലി ഷോട്ട് ഇൻ LED ലൈറ്റ്സ് എന്നുള്ളൊരിത് നമ്മുടെ പടത്തിനായിരുന്നു. ഇതിനു മുൻപ് ഞാൻ ആക്ച്വലി യൂഷ്വലി ഞാൻ ഡ്രോണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പണ്ട് ആക്ച്വലി ഡ്രോൺ പൈലറ്റ് ആയിരുന്നു, ഡ്രോൺസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രോൺസ് വർക്ക് ചെയ്ത സമയത്ത് ജിതിൻ ലാൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. പുള്ളിയുടെ പടമാണ് ഇപ്പം ഷോവിനോട് വരാൻ പോകുന്നത് ARM എന്ന് പറയുന്നത്, അജയൻ്റെ രണ്ടാം മോശം. അപ്പോൾ പുള്ളി എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ് ആക്ച്വലി, പുള്ളി എൻ്റെ വീടിൻ്റെ അടുത്താണ് ആക്ച്വലി. അപ്പം പുള്ളിനെ കണ്ടുപിട്ടുകയും പുള്ളിയുടെ ഒരു മ്യൂസിക് വീഡിയോ ഞാൻ ഡ്രോൺ ചെയ്യും, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിയുടെ കോൺടാക്ട്സ് വഴി ഞാൻ കുറച്ച് പടങ്ങളിൽ ഡ്രോണും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അസ്കർ അലിയുടെ ജീംബുമ്പ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ ആദ്യമായിട്ട് ഫിലിമിൽ വർക്ക് ചെയ്തതാണ് ഡ്രോണ്. പിന്നെ സുദീപ് ഇളമൻ്റെ കൂടെ 18-ാം പടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഡോക്യുമെൻ്ററീസും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുദീപ് ഇളമൻ അയ്യപ്പനെ കുറിച്ച് ക്യാമറ, പുള്ളിയുടെ കൂടെ കുറച്ച് ഡോക്യുമെൻ്ററീസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ എബ്രിഡ് സാറിൻ്റെ ദ കുംഫു മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്. അത് ഒരു മാർഷൽ ആർട്സ് ഫിലിമാണ്. അതിൻ്റെ അസോസിയേറ്റ് ക്യാമറമാൻ ആയിരുന്നു. അതിൻ്റെ DOP എന്ന് പറയുന്നത് അർജുൻ രവിയാണ്, മേജർ രവിയുടെ മകൻ. പുള്ളിയാണ് ആക്ച്വലി എൻ്റെ ഒരു ഗുരു, വൺ ഓഫ് ദ ഗുരു പുള്ളിയാണ്. പിന്നെ ഞാൻ തമിഴിൽ രവിവർമ്മൻ, പൊന്നിൻ സെൽവൻ്റെ ക്യാമറമാൻ രവിവർമ്മൻ, പിന്നെ പേട്ടയുടെ ക്യാമറമാൻ തിരുനാവൂർ സാറ്, തിരുസാറ്, പിന്നെ KK സെന്തിൽകുമാർ, ഇവരൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സിൽ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ അസിസ്റ്റ് ചെയ്ത് ഈ കൊറോണ ടൈം ആയപ്പോഴത്തേക്കും ബോക്സ് ഒക്കെ കുറച്ച് ഡള്ളായി. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയി. അവിടെ നിന്ന് പിന്നെ കൂടുതലും ഡോക്യുമെന്ററീസിലേക്കായി. BBC നാച്ചുറലിനെ പോലുള്ള റിയൽ ലൈഫ് ഡോക്യുമെന്ററീസിലേക്ക് കൂടുതൽ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സമയത്ത് എൻ്റെ ഫ്രണ്ട് വഴി നമ്മുടെ കർണികയുടെ ഡയറക്ടർ അരുൺബല സാർ എന്നെ വിളിക്കുകയും ഇങ്ങനത്തെ ഒരു ഫിലിമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാൻ ഫിലിംസ് ഞാൻ നോക്കുന്നില്ല, എനിക്ക് കൂടുതലും റിയൽ ലൈഫ് ഇൻസിഡൻസ് ഡോക്യുമെന്ററീസ് താല്പര്യം എന്ന് പറഞ്ഞു. ഇത് നല്ലൊരു ജേണറാണെന്ന് പറഞ്ഞു. പുള്ളി തന്നെ അന്ന് രാത്രി ഒരു കുളപ്പാങ്കരത്തിൽ 12 മണിക്ക് അങ്ങനെ 1 മണിക്ക് ആക്ച്വലി വിളിച്ച് കഥ പറയാൻ തുടങ്ങിയാണ്. രാവിലെ 6 മണി വരെ പുള്ളി ഇരുന്ന് കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി. അപ്പോഴാണ് ഞാനാണ് പുള്ളിയോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്, നമുക്ക് ഇങ്ങനെ ഒരു ക്യാമറ ഷൂട്ട് ചെയ്ത് നോക്കാം, ഇത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പടം ആക്ച്വലി ഒരു 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ റിലീസിന് റെഡിയാണ്. ഇപ്പോൾ ഇന്നിപ്പം സെൻസർ സർട്ടിഫിക്കറ്റ് എല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റായി. 23-ാം തീയതി പടം റിലീസാണ്.
ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആദ്യ മൂവിയാണ്. അതെ അതെ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ മൂവിയാണ്. ഈ ആദ്യ മൂവി തന്നെ ഹൊറർ പോലെ ഒരു വലിയൊരു ജോണറിലെ അത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? എന്നെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് ഡിപ്പെൻസ് സ്റ്റോറിയാണ്. അതായത് നമ്മുടെ ഒരു സ്റ്റോറിയും ഡയറക്ഷനാണ്. കാരണം ഒരു ഡയറക്ടർ പറയുന്ന സാധനം എടുത്തു കൊടുക്കുകയാണ് ഒരു DOPയുടെ ജോലി. പക്ഷെ പുള്ളി ഒരു ഷോട്ട് പറയുമ്പോൾ ആ ഷോട്ടിനെ ക്രിയേറ്റീവ്ലി എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കുക, അതായത് വിഷ്വലി ഒരു ഓഡിയൻസ് കാണുമ്പോൾ അവർക്ക് അതെങ്ങനെ ഫീൽ ചെയ്യും, അതാണ് നമ്മുടെ പണി. അത് ഞാൻ എൻ്റെ മാക്സിമം ഈ ഫിലിമിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ടാണ്, എന്നാലും നമ്മൾ മാക്സിമം എൻ്റെ കഴിയുന്ന ഔട്ട്പുട്ട് ഞാൻ ഈ ഫിലിമിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റെഫറൻസ് ഒക്കെ വേണ്ടി വന്നിരുന്നു ഇംഗ്ലീഷ് സിനിമ, ഹൊറർ സിനിമകളൊക്കെ ചെക്ക് ചെയ്യലോ? ഇല്ല, റെഫറൻസ് എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ റെഫറൻസ് എടുത്തിട്ടില്ല. ഞാൻ ആലോചിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി നമ്മളൊരു ഇപ്പോൾ ഒരു നൈറ്റ് ഷോട്ട് നോക്കാൻ നേരത്തെ നമ്മൾ നോക്കുമ്പോൾ സാധാരണ സിനിമയിൽ കാണിക്കുന്ന പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് 4-5 ലൈറ്റ് ഞാൻ അടിച്ചിട്ടിട്ടില്ല. ഞാൻ മാക്സിമം ഈ ഒരു പടം ഒരു ഡാർക്ക് മോഡ് ആയതുകൊണ്ട് കൂടുതൽ ഒരു ഡാർക്ക് ആംബിയൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സോണിയുടെ ക്യാമറനെ സെലക്ട് ചെയ്യാൻ കാരണം. റെഡും അതുപോലുള്ള ആരിയും പോലുള്ള ക്യാമറ സെലക്ട് ചെയ്യാണ്ട് സോണിയുടെ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ സോണി അടിപൊളിയാണ്. അത് ടെക്നിക്കൽ സ്ഥലമുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോണിയുടെ ആ ഒരു ലോ പ്രൊഫൈൽ ഭയങ്കര അടിപൊളിയാണ് നൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ. നമ്മുടെ ബ്ലാക്സും ഡീറ്റെയിൽസും എല്ലാം കറക്റ്റ് കിട്ടും. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ പടം കൂടുതലും ഷൂട്ട് ചെയ്യുന്ന ഒരു ഡാർക്ക് മൂഡിലാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ പുറത്തേക്ക് രാത്രി ഇറങ്ങുമ്പോൾ കാണുന്ന ലൈറ്റ് എന്താണോ അത് മാത്രമേ പടത്തിലുള്ളൂ. അല്ലാണ്ട് നമ്മൾ ബാക്കി നോർമലി സിനിമയിൽ കാണുന്ന പോലെ അവിടെ നിന്നൊരു വെളിച്ചം ഇവിടെ നിന്ന് വെളിച്ചം നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നാച്ചുറലി എന്താണോ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നു. ഇതിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്, അതൊരു കാട്ടിലാണ് നടക്കുന്നത്. അത് നമ്മുടെ നായകനായിട്ട് ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ചലഞ്ചിങ് ഷോട്ട് ആയിരുന്നു. കാരണം എനിക്ക് ഫോക്കസ് പിള്ളറല്ല ഈ പടത്തിൽ. അപ്പോൾ അറ്റ് എ ടൈം ഞാൻ ക്യാമറയെ ഓപ്പറേറ്റ് ചെയ്യണം, ഫോക്കസും ചെയ്യണം. സോ എത്രയൊക്കെ ഓട്ടോ ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വെറും ലോ ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഫോക്കസ് ഒന്നും അത്ര പോസിബിൾ അല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നു. ബട്ട് ഐ അച്ചീവ്ഡ് ഇറ്റ്. ഞാനത് പോസിബിൾ ആക്കി എടുത്തു. 25 വർഷത്തോളം മുമ്പ് ഇറങ്ങിയ ദേവദൂതൻ പോലൊരു സിനിമ, അത് ടെക്നിക്കലി ഇത്രയും ഡെവലപ്പ് ആകാത്തൊരു കാലത്ത് അതിനകത്ത് അത്രയും ഒരു ഹൊറർ കൊണ്ടുവരാൻ അന്ന് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം വളർന്നപ്പോൾ ആ ടെക്നോളജിയൊക്കെ എത്രത്തോളം ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് സിനിമയിൽ? ദേവദൂതനെ ഒരിക്കലും നമുക്കൊരു ഇങ്ങനത്തെ പടം കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദേവദൂതനൊക്കെ ലെജൻസ് ആണ്. സിബി സാറൊക്കെ ചെയ്ത ലെജൻസ് ചെയ്ത് വർക്ക് ചെയ്ത പടമാണ്. ആ പടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ പടത്തിൻ്റെയും ആ ഒരു ഹൊറർ എലമെന്റ് നമുക്ക് തരുന്നത് എനിക്ക് വിഷ്വലിനേക്കാളും കൂടുതൽ സൗണ്ടാണ്, ആ ഒരു മ്യൂസിക്കാണ്. എവിടെയും എനിക്ക് തോന്നുന്നത് ഹൊററിന്റെ ബെസ്റ്റ് ഒരു ജേണർ പറഞ്ഞാൽ സൈലൻസ് ആണ്. നമ്മളൊരു പടം കണ്ടുപിടിക്കും, പെട്ടെന്നൊരു വിഷ്വൽ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ റൂം പെട്ടെന്ന് സൈലന്റ് ആകുമ്പോൾ, ആ തിയേറ്ററിൽ ആ ഒരു എക്സ്പീരിയൻസിൽ സൈലന്റ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് പേടി വരും. കാരണം നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്കായ പോലെ ഒറ്റയ്ക്ക് റൂമിനകത്ത് കയറി ചെല്ലുമ്പോൾ, ഒരു ഡാർക്ക് റൂമിൽ ചെല്ലുമ്പോൾ എങ്ങനെ പേടി വരുന്നു അതേപോലെ നമുക്ക് ഇരുന്ന് വരും. അത് ഇപ്പോൾ ഉള്ള ടെക്നോളജീസ്, അറ്റ്മോസ് പോലുള്ള ഡോൾബി അറ്റ്മോസ് പോലുള്ള സാധനങ്ങൾ അച്ചീവ് ചെയ്തു. ദേവദൂതൻ റിലീസ് ചെയ്തത് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അന്ന് ഡോൾബി അറ്റ്മോസ് ഇല്ല. അവരിപ്പോൾ റീമാസ്റ്റർ ചെയ്ത് എനിക്ക് തോന്നുന്നത് ഡോൾബി അറ്റ്മോസിലേക്ക് ആക്കിയാണ് ഇപ്പോൾ റിലീസ് ചെയ്തത്. ഈ സിനിമയിൽ നമ്മൾ അറ്റ്മോസ് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിസ്മാസ് മാക്സിൽ ഏരീസിൻ്റെ തന്നെ വിസ്മാസ് മാക്സിൽ വെച്ച് അറ്റ്മോസ് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്വലിയും നമ്മൾ അതുപോലെ പോസിബിളാക്കി എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഹൊറർ ഫീലിംഗ് വരാനായിട്ട് ആ ഡാർക്കിൽ ഷൂട്ട് ചെയ്ത്, അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ചില ക്യാമറ മൂവ്മെൻറ്റ്സും എല്ലാം ഒരു പേഴ്സൺ, ഒരു POV എന്നുള്ള രീതിയിലാണ് നമ്മളെ മൂവ്മെൻറ്റ്സ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ, ഒരു ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ. സോ ആ രീതിയിൽ ഞാൻ മാക്സിമം ഇന്നലെ കഴിയുന്നത് ഞാൻ പടത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ പറഞ്ഞത് ദേവദൂതൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഹൊറർ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തൊരു റൊമാൻസ് നമ്മളെല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു റൊമാൻസ് ആ ചിത്രത്തിലുണ്ട്. ഈ കർണികയിലേക്ക് വരുമ്പോൾ അതുപോലെ മറ്റെന്തെങ്കിലും ഒരു ഇമോഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? കർണികയിൽ റൊമാൻസ് ഉണ്ട്, പക്ഷേ കർണികയുടെ ഒരു ജേണർ എന്ന് പറയുന്നതിന് റിവെഞ്ചാണ്. ആ റിവെഞ്ച് അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു ചെയ്ത പടത്തിൽ മൊത്തം കഥ പറയേണ്ടി വരും. സോ നിങ്ങൾ എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ബേസിക്കലി അതൊരു റിവെഞ്ചാണ്, ഒരു ക്രൈം ത്രില്ലർ റിവെഞ്ച്. ഐ മീൻ ഒരു റിവെഞ്ചാണ് ഇതിൻ്റെ ഒരു ബേസിക്കലി ഒരു ഗോസ്റ്റിൻ്റെ നടക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സൗണ്ടുകളും സൗണ്ട് എഫക്ട്സും വിഷ്വൽ എഫക്ട്സും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തിയേറ്ററിലെ എക്സ്പീരിയൻസ് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പം ദേവദൂതനൊക്കെ ഒരു വലിയ ഹിറ്റിലേക്ക് വന്നു. അപ്പോൾ ഈ സിനിമയും എത്രമാത്രം പ്രതീക്ഷ ജനിപ്പിക്കുന്നതാണ് ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള പേരിൽ? ടെക്നിക്കൽസ് ആയിട്ട് പറയാനാണെങ്കിൽ നിങ്ങളിത് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആർട്ടിസ്റ്റുകളെല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഓഡിയൻസ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പുതുമുഖങ്ങളായി, അത് പുതിയ ആൾക്കാരെല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട് എന്നുള്ള രീതി പടം പോയി കാണാണ്ട് അവരെ ക്യാരക്ടേഴ്സ് ആയിട്ട് കാണുക. അതിൽ ഓരോ ആർട്ടിസ്റ്റുകളെ അവരെ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പടം ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ,
അപ്പോൾ എന്തായാലും ഇപ്പോൾ കർണിക എന്ന് പറയുന്ന ഈ മൂവി വലിയൊരു വിജയമായി മാറട്ടെ. താങ്കളുടെ ആദ്യത്തെ ഒരു ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ഒരു മൂവി എന്ന നിലയ്ക്കും അതൊരു ഓർമ്മയിൽ വെക്കാനും ചരിത്രത്തിൽ ഇടനേടാനും സാധിക്കട്ടെ. ഇപ്പം ഇതിന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ഇതിൻ്റെ സോങ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കണ്ടിരുന്നു. ഡയറക്ടർ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ അരുൺ മുമ്പാല തന്നെയാണ് മ്യൂസിക് ചെയ്തത്. പിന്നെ സോൺ സാർ ഒരു ലിറിക്സ് കൊടുത്തിട്ടുണ്ട്. സോൺ സാറാണ് ഇതിന്റെ പ്രൊജക്ട് ഡിസൈൻ. അപ്പൊ അവർ തന്നെയാണ് പ്രൊഡ്യൂസും ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഒരു സോങ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മ്യൂസിക്കും അടിപൊളിയാണ്. ശരിക്കും നല്ല രസമുണ്ട്. ഒരു വിഷ്വൽ കാണാനും ഒക്കെ ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അന്ന് അവിടെ ഓഡിയോ ലോഞ്ചിൻ്റെ അന്ന് കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും വലിയൊരു വിജയമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ് ആണ്. കാരണം ടെക്നിക്കലി ഞങ്ങൾ മാക്സിമം ടിൽ നൗ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് വിഷ്വൽ അല്ല. സോ ഗോ ആൻഡ് വാച്ച് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. സോ മച്ച്.